യാതൊരു സംശയവുമില്ലാത്ത ഒരു കാര്യമാണ്. ഏറെ ബഹുമാന്യനായ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കിയത് തന്നെയാണ്. ഇവിടെ എക്കാലവും ശബരിമലയെ തകർക്കുക എന്നുള്ളത് ഒരു വലിയ ഗൂഢലക്ഷ്യം. അതിന്റെ പിന്നില് CPM ഇടതുപക്ഷവും എന്നുമുണ്ട്, അതേപോലെ തന്നെ UDF ഉണ്ട്. രണ്ടു കൂട്ടരും ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ്, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നാം ഒരൊറ്റ കാര്യം മാത്രം പറയാം. ദേവസ്വം ബോർഡിന്റെ ആവിർഭാവം മുതലുള്ള കാലം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 97-98 കാലയളവ് മുതലാണ് എന്താ പറയുന്നത്, രാഷ്ട്രീയക്കാര്, പരിപൂർണ രാഷ്ട്രീയ നേതൃത്വം ഇതിനകത്തേക്ക് കടന്നു വരുന്നത്. അതിനെപ്പറ്റി പറയുന്നില്ല. അന്ന് മുതലാണ് ഈ അഴിമതികൾ മുഴുവൻ. അതിൽ LDF കാലത്താണ് ഏറ്റവും കൂടുതൽ അഴിമതി നടന്നിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് സംശയമില്ലാത്ത കാര്യം. ഞാൻ 2-3 കാര്യങ്ങൾ ചോദിക്കുകയാണ്. തന്ത്രി ഇവിടെ അദ്ദേഹത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടില് നിങ്ങൾ കണ്ടതാണല്ലോ, റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മൗനാനുവാദം കൊടുത്തു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, മൗനാനുവാദം കൊടുത്തു എന്നുള്ളതിന് തെളിവെന്താ? ഫോട്ടോഗ്രാഫ്സ് ഉണ്ടോ? അദ്ദേഹത്തിന് ഈ കോടതി ജാമ്യം അനുവദിക്കുന്ന സമയത്ത്, കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിക്കുന്ന സമയത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, അതായത് യാതൊരു വിധമായ തെളിവുകളും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല, യാതൊരു തെളിവും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തെ പിന്നെ യാതൊരു തെളിവുമില്ലാത്ത ഈ കേസിൽ 41 ദിവസം അദ്ദേഹത്തെ ഇതിനകത്ത് കൊണ്ടുവന്ന ഇട്ട് പീഡിപ്പിക്കേണ്ടതായ സാഹചര്യം എന്താണ്? ശബരിമലയെ തകർക്കുക. ഈ തന്ത്രി എന്ന സംവിധാനത്തെ പരിപൂർണമായി ഇല്ലായ്മ ചെയ്യണമെന്നുള്ളത് ഇടതുപക്ഷത്തിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അവരുടെ അജണ്ടയാണ്. ഇതിനു മുൻപും അതേമാതിരിയുള്ള നടപടികൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എത്രത്തോളം അവരുടെ താല്പര്യമായിരുന്നു ശബരിമലയിലെ യുവതികളെ പ്രവേശിപ്പിക്കണം? ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും മേരി സ്വീറ്റിയെയും അങ്ങനെ ഓരോരുത്തരെയും കൊണ്ടുപോയത് പോലീസിന്റെ സംരക്ഷണത്തിലെ CPM അജണ്ടയായിരുന്നില്ലേ? അന്ന് അതിന് തടസ്സം. അന്നേ ദിവസമാണ് തന്ത്രി ഈ യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് രംഗത്തെത്തുന്നത്, നടയടച്ചിടുന്നത്. അതിന് പിന്നാലെ അവിടെ ശുദ്ധികലശമൊക്കെ നടത്തിയത്. ശ്രീ രാജശേഖരൻ, താങ്കൾക്ക് കേൾക്കാമെന്ന് കരുതുന്നു. അപ്പോൾ അതിന് പിന്നാലെ മുഖ്യമന്ത്രി അന്ന് നടത്തിയ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഈ ദേവസ്വം മാനുവൽ പ്രകാരം നട അടക്കണോ തുറക്കണോ എന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ്. അതിന് പുറമെ സുപ്രീം കോടതിയുടെ വിധിയും തന്ത്രി ലംഘിച്ചു. കോടതി വിധി അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ തന്ത്രിസ്ഥാനം ഒഴിയണം എന്ന് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഈ ജാമ്യം അപേക്ഷ പരിഗണിച്ചപ്പോൾ കോടതിയിലെ തന്ത്രിയുടെ വാദവും അതായിരുന്നു. അന്ന് തുടങ്ങിയ വൈരാഗ്യമാണ്, യുവതീ പ്രവേശനത്തെ എതിർത്തതിന്റെ പേരിൽ തുടങ്ങിയ വൈരാഗ്യമാണ്, പ്രതികാരം തീർക്കുകയാണ് സർക്കാർ തന്നോട് ചെയ്യുന്നത് എന്നാണ് തന്ത്രിയുടെ വാദം. ആ വാദത്തോട് യോജിക്കുന്നുണ്ടോ? അത് തന്നെയാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ ഒറ്റ കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ റോൾ എന്താണ്? അദ്ദേഹം എന്താ ചെയ്ത? സ്വർണം അപഹരിച്ചോ? സ്വർണം എവിടെ കൊണ്ടുപോയി? ഞാൻ ചോദിക്കട്ടെ, കൃത്യമായി പറയാം. ശ്രീ P.K. ഗോപൻ സാർ, നിങ്ങളുടെ യൂണിയനിൽപ്പെട്ട തിരുവല്ല സ്വദേശിയായ ഒരു കീഴ്ശാന്തിയുടെ സഹോദരൻ അവിടെ CITUവിന്റെ നേതാവായിരുന്നു. 20 വർഷം തുടരെ അവിടെ ഗാർഡിന്റെ പണി ചെയ്തു. അദ്ദേഹത്തിന്റെ ബന്ധുവാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. അയാൾ മുഖാന്തരമാണ് അവിടെ വന്നത്. ഈ വിവരങ്ങളെല്ലാം തന്നെ SITയുടെ ചോദ്യം ചെയ്യലില് ഞാനല്ല അയാളെ കൊണ്ടുവന്നത്, ഇന്ന റൂട്ടിലാണ് വന്നത്. എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവല്ല ഭാഗത്ത് സമ്പാദിച്ച അനധികൃത സമ്പാദ്യത്തെ പറ്റി അന്വേഷണം ഉണ്ടായില്ല? ഒന്ന്. രണ്ടാമത്, എന്തുകൊണ്ട് ഈ ഗാർഡിനെ ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചിട്ടില്ല? നാം ആലോചിച്ച് നോക്കണം. ഈ ഗാർഡ് അവരുടെ സ്വന്തക്കാരനാണ്.